സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും പത്മിനിയും കൂടിയിട്ട് സുകുമാരിയുടെ കൽപ്പനോടും കാര്യങ്ങളൊക്കെ പറയാണ്. അതേ, ഇവിടെ ഇന്നൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്, സംഭവങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളോടൊക്കെ ആര് പറയാനാണ് എന്നൊക്കെ ഇങ്ങനെ മട്ടിൽ അവൻ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് അവളോട് അങ്ങ് പറയാണ്. പിന്നെ കാര്യത്തിലേക്ക് അങ്ങ് കിടക്കുകയാണ്. ഇന്ന് വരുണിൻ്റെയും പ്രിയങ്കയുടെയും ഡിവോഴ്സ് നടക്കാൻ പോവാണ്. അവർ ആവശ്യപ്പെട്ടത് 25 കോടിയാണ്. ആ കോടി അങ്ങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല, കേട്ടല്ല കൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ട് അവളോടും കൂടി അങ്ങ് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശനോട് അവർ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇനി ഈ 25 കോടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരോട് എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾ കീപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ജയഭാരതി മുത്തശ്ശി അവർക്ക് വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ അവളോട് ഞങ്ങൾക്ക് എന്തിനൊരു കണക്ഷൻ എന്നൊക്കെ ഇങ്ങനെ അവർ പറയാണ്. ഞങ്ങൾക്ക് യാതൊരു ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ നമ്മുടെ പത്മിനി പറയുന്നുണ്ട്, അതറിയാം നിങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല എന്നൊക്കെ അറിയാം, പക്ഷേ അത് കണമംഗലത്തുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞാൽ നീ അവളോട് കൂട്ടുകൂടാൻ പോകും, അതുകൊണ്ടാണ് മുത്തശ്ശി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഈ പത്മിനി അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ അവരുടെ വായ അങ്ങ് അടയാണ്. ജയഭാരതി മുത്തശ്ശി അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു സ്വഭാവമുണ്ട്, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് അവൾക്ക് പറയുന്നത്, പിന്നെ അവൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ടും വിളിച്ച് പറയുന്നത്, അതൊന്നും ഇനി നടക്കില്ല, അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ അവരോട് പറയണേ. ആ സമയത്ത് നമ്മുടെ വരുണും രാധികയും കൂടിയിട്ട് അങ്ങനെ ആ വക്കീൽ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ പോയിട്ട് വരാം അമ്മേ, എന്തായാലും അച്ഛനെ ഓഫീസിലേക്ക് 25 കോടിയും കൊണ്ട് വരാം എന്നാണ് പറഞ്ഞത്, ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ജയഭാരതി മുത്തശ്ശിയാണെങ്കിൽ പോകുന്നതിന് മുന്നേ തന്നെ രാധികയ്ക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും നിൻ്റെ അനിയത്തിനെ ആയിരിക്കും മുന്നിൽ കാണുന്നത്, അനിയത്തിയാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അവൾ ചെയ്ത ഓരോ തെറ്റുകൾ നീ അവളുടെ മുന്നിൽ നിന്ന് ഓർത്തിരിക്കണം, അല്ലെങ്കിൽ നീ നിൻ്റെ സ്വന്തം അനിയത്തി എന്നുള്ള ആ ഒരു സിമ്പതി ഒന്നും അവളോട് കാണിക്കരുത് എന്നൊക്കെ ജയഭാരതി മുത്തശ്ശി അവളോട് അങ്ങ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ലമ്മേ, അവർ ചെയ്ത ഓരോ തെറ്റും എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞ് അവരെ ഓഫീസിലേക്ക് അങ്ങ് പുറപ്പെടുകയാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉർവശിയും കൽപ്പനയും കൂടിയിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എന്തൊരു യാത്രയായപ്പാണ് എന്നൊക്കെ ഇങ്ങനെ അവൾ ആ ഒരു രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ യാത്രയപ്പ് ഒരു ഉപയോഗമില്ല എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് പറയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഒരു ഉപയോഗമില്ലേ, അതെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, നീ കണ്ടോ, എന്തായാലും നമ്മുടെ ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡിവോഴ്സ് നടക്കില്ല, പ്രിയങ്കയും വരുണും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കാതിരിക്കാൻ അവരെന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഡിവോഴ്സ് നടക്കില്ല, ഇവർ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നൊക്കെ ഈ ഉർവശി കൽപ്പനയോട് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവർ നല്ല പ്രതീക്ഷയിൽ നിൽക്കുകയാണ്, ആ ഒരു ഡിവോഴ്സ് നടക്കില്ല, ആ പണം എന്തായാലും സെറ്റാക്കാൻ കഴിയില്ല എന്നൊക്കെ ചന്ദ്രേട്ടൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഉർവശി പറയുന്നുണ്ട്. ഓഫീസിലാണെങ്കിൽ വരുണിൻ്റെ അച്ഛൻ ആ പണത്തിന് വേണ്ടിയിട്ട് ആ മനോഹരനും ബാങ്കിലേക്ക് പറഞ്ഞയച്ച് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യണം. ആ 25 കോടി അവനൊന്ന് കൊണ്ടുവന്നതിന് ശേഷം നേരെ ഈ ആരതിയുടെ ഓഫീസിലേക്ക് അങ്ങ് പോകാം എന്നൊക്കെ വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ ആരും കാണാതെ നേരെ ഈ ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇവിടെ പരമേശ്വരൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്, അയാൾ 25 കോടിയും കൊണ്ട് കാത്തിരിക്കുകയാണ് ആ മനോഹർ ഒന്ന് വരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവർ ആ ആരതിയുടെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരനോട് പറയും. ആ വരുണിൻ്റെ പ്രിയങ്കയുടെയും ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിൻ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത കൂട്ടുകാരനല്ലേ, നീ തന്നെ പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, അവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് അത് നടക്കുമോ എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിനും പറയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്നാൽ ആ ഡിവോഴ്സ് ഒരിക്കലും നടക്കില്ല, പ്രിയങ്കയായിട്ടുള്ള അവൻ്റെ ഡിവോഴ്സ് നടക്കാൻ പാടില്ല, അതുകൊണ്ട് അത് നടക്കില്ല. നീ ഇപ്പോൾ ആ മനോഹര അക്കൗണ്ടൻറ്റ് നേരെ ഏട്ടൻ്റെ ക്യാബിലേക്ക് പോകുന്നത് നിനക്ക് കാണാം, അയാൾ നേരെ കൈയും വീശിയായിരിക്കും പോകുന്നത്, അയാൾക്ക് പണം കിട്ടിയിട്ടില്ല, അയാൾ നേരെ ഏട്ടൻ്റെ ക്യാബിൽ വന്നിട്ട് അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് പണം തരാൻ കഴിയില്ല എന്ന് പറയുന്നതൊക്കെ നിനക്ക് നേരിട്ട് തന്നെ കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഈ ബെഞ്ചമിന് ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് അവൻ നേരെ അവൻ്റെ ക്യാബിൽ അങ്ങ് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ മനോഹർ പോകുന്നതും കാത്തിരിക്കുകയാണ്. ആ സമയത്ത് അങ്ങ് മനോഹർ നേരെ ഈ അച്ഛൻ്റെ ക്യാബിലേക്ക് പോകുന്നത് ഇവന് കാണുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ തോന്നുന്നുണ്ട് എന്തോ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഈ മനോഹർ നേരെ ക്യാബിൽ വന്നിട്ട് വരുണിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, സർ ഈ പണം അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്, ആകെ ഷോക്കായി നിൽക്കുക, പണം അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല
എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വരനിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ പറ്റാത്തത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ അക്കൗണ്ടും സീസ് ചെയ്തപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ ഇത് കേട്ടിട്ട് വരനിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് ഫിനാൻഷ്യലി തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ബാങ്കുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും അവർ സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ രേഖകളും അവർ കാണിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ അങ്ങ് തളർന്നു പോവുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ തിരിമറികൾ നടന്നിട്ടുള്ളത് നമ്മുടെ പുതിയ മാനേജർ ബെഞ്ചമിന് വന്നതിന് ശേഷമാണ് സാറേ എന്നൊക്കെ ഇങ്ങനെ ഇയാൾ അങ്ങ് പറയും. അത് കേൾക്കുമ്പോൾ പിന്നെ വരുണിൻ്റെ അച്ഛൻ മനോഹരനോട് പറയുന്നുണ്ട്, ആ ബെഞ്ചമിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. കാരണം ഓൾറെഡി ഈ ബെഞ്ചമിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഈ വരുണിൻ്റെ അച്ഛനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു തിരിമറി ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഈ ബെഞ്ചമിന് വന്നതിന് ശേഷമാണ് എന്ന് വരുൺ പറയുന്നത്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ നേരെ ബെഞ്ചമിൻ്റെ അടുത്ത് പോയിട്ട് ബെഞ്ചമിനോട് പറയുന്നുണ്ട്, സാറ് വിളിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇവന് നേരെ ആ ക്യാബിനിലേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവിടെ 25 കോടി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ അവനോട് പറയാണ്. അപ്പോൾ എന്ത് പറ്റി സാർ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും സീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവനോട് പറയാണ്. അത് ഇനി കാരണം ഒരുപാട് സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട് എന്താണ് ബാങ്കുകാർ പറയുന്നത് എന്നൊക്കെ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്നാൽ അന്വേഷിക്കുക സാർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ തിരിമറികൾ നടന്നത് മനോഹർ ലീവിലായിരുന്ന സമയത്താണ്, അഥവാ നീ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള രേഖകളൊക്കെ കിട്ടണം എന്നുള്ള ആ ഒരു കാര്യം ഈ ബെഞ്ചമിനോട് പറയുന്നത്. അവൻ ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഞാൻ അന്വേഷിക്കുന്നുണ്ട് സാർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അതിന് ഞാനും അന്വേഷിക്കുന്നുണ്ട്, അതിന് നല്ല നടപടികൾ തന്നെ ഞാൻ എടുക്കും, ഇതൊക്കെ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ആരെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്ക ശിക്ഷ തന്നെ ഞാൻ നൽകിയിരിക്കും, അതിന് ഒരു മരണത്തിന് തുല്യം തന്നെ ആയിരിക്കും എന്നൊക്കെ ഈ വരുണിൻ്റെ അച്ഛൻ അവന് ചെറിയൊരു ഭീഷണി തന്നെ കൊടുക്കണം മുന്നേ തന്നെ. അപ്പോൾ ഇവനൊന്ന് ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്, എങ്ങാനും പിടിക്കപ്പെട്ടാലോ എന്നുള്ള ആ ഒരു രീതിയിൽ അവനൊന്ന് പതറുന്നുണ്ട്. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാണിത്, അതാരെങ്കിലും തകർക്കാൻ നോക്കിയാൽ ഞാൻ വെറുതെ വിടില്ല, അതിൻ്റെ അടിവേര് തന്നെ ഇളകാൻ പോയിരിക്കുകയാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയതിന് ശേഷം അതിന് പിന്നെ പ്രവർത്തിച്ചവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ഇവനോട് പറയുന്ന സമയത്ത് ഇവനങ്ങ് അവിടെ നിന്ന് അങ്ങ് വിയർത്തോണ്ടിരിക്കുകയാണ്. ആരതിയുടെ ഓഫീസിലേക്ക് എന്തായാലും വരുണും രാധികയും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരതി വരുണിനോട് പറയുന്നുണ്ട്, ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും ഉടനെ തന്നെ എത്തും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. എന്നിട്ട് നമ്മുടെ രാധികനോട് പറയുന്നുണ്ട്, വരാൻ പോകുന്നത് നിൻ്റെ അനിയത്തിയാണ്, അപ്പോൾ അവരോടുള്ള ആ ഒരു സിമ്പതി കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്തൊക്കെ ആയാലും അവൾ എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇതാണ് ഇവളുടെ ഒരു കുഴപ്പം, ഇവളുടെ ഇത്രയും ഒരു പാവത്തരം കൊണ്ടാണ് അവൾ ഇത്രയും അവളുടെ തലയിൽ കയറി നിന്നത് എന്നൊക്കെ ഇങ്ങനെ വരുണ് അവളോട് പറയുന്നു. പക്ഷേ രാധിക പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ആ ഒരു കുടുംബത്തിനോട് ഒരുപാട് കടപ്പാടില്ലേ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, കടപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക ഇപ്പോൾ തന്നെ ഇവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇനി അവരെങ്ങാനും മുങ്ങുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അക്കാര്യത്തിൽ പേടിക്കേണ്ട, കാരണം അവർ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷം എൻ്റെ ടീം അവരുടെ കൂടെ തന്നെ ഉണ്ട്, അവർ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അവർ ഉടനെ തന്നെ ഇവിടെ എത്തും, ആ കാര്യത്തിൽ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവരങ്ങ് എത്തുന്നുണ്ട് നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും. അപ്പോൾ ഇവരങ്ങ് കയറിയിട്ട് പ്രിയങ്ക ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ദേഷ്യത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഈ പ്രിയങ്ക ഈ രാധികനോട് പറയുന്നുണ്ട്, ആഹാ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കങ്ങ് സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ കരുതിയോ എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ ഒന്നും ഒഴിവായി പോകുന്നതല്ലല്ലോ, കോടികൾ തന്നിട്ടല്ലേ എന്ന് രാധിക അങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് വീണ്ടും കലിയായി, അവൾ അങ്ങോട്ട് വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുകുമാരി മുത്തശ്ശി അവളെ അടക്കി നിർത്തുന്നുണ്ട്, അവളുടെ ആ ഒരു ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ സ്വകാര്യതയിൽ പറയുന്നുണ്ട്, ഇടി ഒന്ന് അടങ്ങി നിൽക്കടി, നമുക്ക് കോടികളാണ് കിട്ടാൻ പോകുന്നത്, അപ്പോൾ അതൊന്ന് കഴിയട്ടെ എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് പറയാണ്. നീ അതിന് മുന്നേ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്നും ചെയ്യല്ലേ, എന്തായാലും നമുക്ക് ഇത്രയും വലിയ എമൗണ്ട് കിട്ടുമല്ലേ, അതും ഒരു പൈസയും കയ്യിലില്ലാത്ത സമയത്താണ് നമുക്ക് ഇത്രയും വലിയ പൈസ കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ആ ജയിലിൽ അങ്ങ് കിടന്നോട്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ പോരായിരുന്നോ, അവരങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ, നമുക്ക് ഒരു പൈസ കിട്ടുന്നൊരു വകുപ്പല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ആ ജയിലിൽ അങ്ങ് കിടന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളോട് അങ്ങ് അടങ്ങി നിൽക്കാൻ പറയാണ്. അപ്പോൾ എന്നിട്ട് ആരതിനോട് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും പൈസയുടെ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധുക്കളല്ലേ എന്നൊക്കെ ഞാൻ അവർക്ക് ഈ ബന്ധത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നൊക്കെ ആരതിനോട് ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് പറയാണ്. അപ്പം ആരതി പറയുന്നുണ്ട്, അത്
മുത്തശ്ശി നല്ലത് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശിക്ക് ഇട്ട് രാരതി ഒന്ന് താങ്ങാണ്. ഇവരെല്ലാവരും കൂടി ആ 25 കോടിക്കും വേണ്ടിയിട്ട് അച്ഛനെയും കാത്തിരിക്കുകയാണ്. പക്ഷേ അച്ഛനാണെങ്കിൽ ആ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. കാരണം പൈസ ഇല്ലാതെ എങ്ങനെ ആരതിയുടെ ഓഫീസിലേക്ക് പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ തളർന്ന അവസ്ഥയിൽ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. അപ്പോൾ വീടിൻ്റെ മേലെ ഇരുന്നിട്ട് നമ്മുടെ കൽപ്പന ഉർവശി അതൊക്കെ കാണുന്നുണ്ട്, അച്ഛനിങ്ങനെ തളർന്നു വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം, അല്ലാതെ അച്ഛൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട് വരില്ല എന്ന് കൽപ്പനയും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് താഴേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ പരമേശ്വരനാണെങ്കിൽ അവിടെ സ്റ്റെപ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഈ നെഞ്ഞിന് എന്തൊക്കെയോ വേദനയൊക്കെ വന്നിട്ട്, കാരണം താൻ 25 കോടി അറേഞ്ച് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരങ്ങ് തളർന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിന്ന് അവിടെ തളർന്ന് ഇരിക്കുന്നത് കണ്ടിട്ട് പത്മിനി നേരെ ഓടി വരുന്നുണ്ട്. എന്ത് പറ്റി, എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരങ്ങ് എടുത്ത് ഉയർത്തി അവിടെ സോഫയിൽ കൊണ്ട് ഇരുത്തുകയാണ്. അപ്പോൾ അമ്മ വരുന്നിട്ട് അമ്മനോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തോ അറിയില്ല, ഏട്ടന് എന്തോ സുഖമില്ല, നെഞ്ഞുവേദനയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പരമേശ്വരനോട് വന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി ചോദിക്കാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് 25 കോടി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവരോട് അങ്ങ് പറയാണ്. അത് കേട്ടിട്ട് അവരും എന്നാകെ ഷോക്കായിരിക്കാണ്. അതെന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, പത്മിനി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ഓഫീസിൽ ഈ ബാങ്കിൽ കുറച്ച് ഇടപാടുകളുടെ പ്രശ്നങ്ങളും ഈ സാമ്പത്തികമായിട്ട് ഇടപാടുകളൊക്കെ എന്തൊക്കെ പ്രശ്നത്തിലാണ് എന്നൊക്കെ. അതുകൊണ്ട് എല്ലാ ബാങ്കുകാരും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫുൾ സീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇവരോട് പറയുമ്പോൾ ഇവരും ആകെ ഷോക്കാവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 25 കോടി ഉണ്ടാക്കാൻ കഴിയില്ല, നമ്മുടെ വരുണും പ്രിയങ്കയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കില്ല എന്നൊക്കെ ഇവരോട് അങ്ങ് പറയണം. അപ്പോൾ ഇവർ ആകെ തളർന്നു പോവുകയാണ്. അപ്പോൾ ആ പൈസ കിട്ടാതെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നതായിരുന്നു അവരുടെ ആ ഒരു ബന്ധം അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവരാകെ അങ്ങ് പേടിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി എങ്ങനെ 25 കോടി ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പരമേശ്വരനും ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ആ 25 കോടി കൊടുക്കാതെ ഞാൻ എൻ്റെ മകൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും, അവന് എത്രയും പ്രതീക്ഷകളൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇനി അങ്ങനെ അവനെ ഫേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ അങ്ങ് ടെൻഷൻ അടിക്കുന്നത്. ആരതിയുടെ ഓഫീസിലാണെങ്കിൽ എല്ലാവരും ഈ പരമേശ്വരനെയും കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ വരുണിനോട് സ്വകാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛന് വരുന്ന കാണുന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരും പറയുന്നുണ്ട്, നീ ചുമ്മാതിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ സുകുമാര മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കും അങ്ങനെ ഇരുന്ന് മടുത്തിരിക്കുകയാണ്. അപ്പോൾ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അതേ എത്രയും പെട്ടെന്നൊന്ന് വരാൻ പറയാം, എന്താ ഇത്ര താമസം, ഞങ്ങൾക്ക് ഒപ്പിട്ടിട്ട് ആ പൈസയുമായി പോകാനുള്ളതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എത്രയും തുക കിട്ടുകയല്ലേ, അപ്പോൾ പിന്നെ ഒന്ന് കുറച്ചുകൂടി കാത്തിരിക്കുന്നുണ്ട്, ആ ഒരു ക്ഷമയെങ്കിലും കാണിച്ചുകൂടെ എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രിയങ്ക വീണ്ടും അവളോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ആരതി അവരോടൊന്ന് ശാന്തമാകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുണ് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഫോൺ എടുത്ത് അപ്പുറത്തേക്ക് അങ്ങ് പോയി അവർ ഫോൺ വിളിക്കണ്. അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ഈ മനോഹരനാണ് വിളിക്കുന്നത്. മനോഹരനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ നിന്ന് പോന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, അച്ഛനെ നേരെ വീട്ടിലേക്കാണ് പോയത് എന്നൊക്കെ പറയണേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ വരുണൊന്ന് ഞെട്ടാണ്. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ വീട്ടിലേക്ക് പോയത് എന്നൊക്കെ വിചാരിച്ചിട്ട്, വീട്ടിലേക്കെയോ അതെന്തിനാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വരുണ് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ്. ഈ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തതും ഈ സാമ്പത്തിക തിരിമറി കാരണം ഈ എല്ലാ ബാങ്കുകളും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് അവിടുന്ന് പണം കിട്ടില്ല, 25 കോടി കിട്ടാതെയാണ് അച്ഛന് തിരിച്ചു പോയത് എന്നുള്ള വാർത്ത അറിയുമ്പോൾ പിന്നെ വരുന്ന ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അവനും ആകെ തളർന്നു പോവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു അവസരം വന്നിട്ടും അവളുടെ ആ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ അവരും അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ രാധിക അവരെ അടുത്തുണ്ട്. അപ്പോൾ രാധിക എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവനും കാര്യങ്ങളൊക്കെ അവളോടും പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആ ഒരു പണം അറേഞ്ച് ചെയ്യാൻ കഴിയോ ഇല്ല എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നു, നമ്മുടെ രാധിക സുകുമാരമുത്തശ്ശനോടും പ്രിയങ്കനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പണം അറേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവരവിടെ കിടന്നങ്ങ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പണം വേണം, എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പരമേശ്വരന് ഉർവശിനോടും കൽപ്പനോടും പറയുന്നുണ്ട്, ആ 25 കോടി തയ്യാറാക്കാൻ കഴിഞ്ഞില്ല, നമ്മുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ ഇവരോടും പറയുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഉർവശി അയ്യോ എന്നൊക്കെ പറഞ്ഞ് അത് വലിയ കഷ്ടമായി പോയല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഈ ഉർവശിയും സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ ആരതിയുടെ ഓഫീസിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട്. അവർ ഈ ആ പണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം താ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യം ഈ 25 കോടി തരാൻ കഴിയുമോ, ഞങ്ങളെ നിങ്ങളുടെ ഈ ഒരു ഡിവോഴ്സിനാണ് വന്നത്, അതുകൊണ്ട് 25 കോടിക്ക് തരാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ
പറയുക എന്നൊക്കെ പറയുന്ന ആ സമയത്ത് നമ്മുടെ ശ്യാം അങ്ങോട്ട് വന്നിട്ട് എനിക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ആ ഒരു പണം കൊണ്ട് വരുന്ന ഒരു ഭാഗങ്ങളൊക്കെ എന്തായാലും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം. മിക്കവാറും നമ്മുടെ ശ്യാം ആ ഒരു പ്രശ്നം അവിടെ ക്ലോസ് ചെയ്യാൻ പോകുമായിരിക്കും. അപ്പോൾ ആ ഡിവോഴ്സും അവിടെ നടക്കും. ചന്ദ്രശേഖരൻ ചെയ്ത എല്ലാ പ്ലാനുകളും ഇപ്പോൾ തന്നെ വെള്ളത്തിലാകാൻ പോവുകയാണ്. എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഓക്കെ, ബായ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ.